നെക്സ്റ്റ്, an entrepreneur should be persistent. തോൽവികൾ ഉണ്ടാവാം. ആദ്യമേ പറയാണ്, നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ വിജയിച്ചോളണമെന്നില്ല. ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാകും. ആ പരാജയങ്ങളെ നിങ്ങൾ പാഠം പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഓക്കെ, ഓരോ പരാജയവും നമുക്കുള്ള ഒരു ഗുണപാഠമാണെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോവാൻ. അപ്പൊ അത് ആദ്യമേ തന്നെ നമ്മൾ പറയാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ തോൽവിയും പുതിയ പുതിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിലും നമ്മൾ തളരാതെ നമ്മൾ മുമ്പോട്ട് പോകണം. ഇദ്ദേഹം ഫ്രെഡറിക് സ്മിത്ത്, ഇദ്ദേഹം തുടങ്ങിയൊരു കമ്പനിയാണ് ഫെഡെക്സ് എന്ന് പറയുന്ന കമ്പനി, ഫെഡറൽ എക്സ്പ്രസ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഉള്ള ഒരു ഷിപ്പിംഗ് ആൻഡ് ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയാണ് ഫെഡെക്സ് എന്ന് പറയുന്ന ഈ കമ്പനി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, ഇതിനൊരു 90കളിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഈ കമ്പനി കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയി. പാപ്പരായി, കമ്പനി ഫുള്ള് പാപ്പരായി. 5 പൈസ ഇല്ല കമ്പനിയുടെ കയ്യിൽ. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇദ്ദേഹം ഒരു ചീട്ടുകളി മത്സരത്തിൽ, പോക്കർ ടൂർണമെന്റ് എന്ന് പറയും, അമേരിക്കയിലെ ഒരു മത്സരമാണ്, അതിന് വലിയ വലിയ ക്യാഷ് പ്രൈസ് ഒക്കെയാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ ആ ക്യാഷ് പ്രൈസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചീട്ട് കളിച്ച് അതിൽ ജയിച്ചിട്ട് ആ പൈസ കൊണ്ട് ഈ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്ന കമ്പനിയെ തിരിച്ചു കൊണ്ടുവന്ന മഹാനാണ് ഫ്രെഡറിക് സ്മിത്ത് എന്ന്. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എന്റെ കമ്പനിയെ ഞാൻ വിട്ടുകൊടുക്കില്ല, തോൽക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ചിന്താഗതി എന്നാണ് ആ ഒരു മെന്റാലിറ്റി വരുന്നത് ഇവർക്ക്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആപ്പിൾ. എല്ലാവരുടെയും കാഴ്ചപ്പാടില് സ്റ്റീവ് ജോബ്സ്, സ്റ്റീവ് വോസ്നിയാക്ക് രണ്ട് പേര് മാത്രമാണ് ഈ ഒരു കമ്പനിയിൽ ഉള്ളതെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല, ഈ 2 പേരെ കൂടാതെ മൂന്നാമതൊരാൾ കൂടി ഈ കമ്പനിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് റൊണാൾഡ് വെയിൻ എന്നായിരുന്നു. ഈ 3 ചെറുപ്പക്കാരും കൂടെ ചേർന്നിട്ട് ഈ വർഷങ്ങൾ മുമ്പ്, ഏകദേശം 10-30 കൊല്ലം മുമ്പ് ഈ ആപ്പിൾ കമ്പനി ഫോം ചെയ്തപ്പോൾ ഏതാണ്ട് ഒരു 6 മാസമായപ്പോൾ റൊണാൾഡ് വെയിനിന് തോന്നി ഇത് വിജയിക്കില്ല, ഇത് എന്തോ കടുത്ത ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി, ഞാൻ അതങ്ങ് എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആ തീരുമാനം തന്റെ ഈ കൂടെയുള്ള സ്റ്റീവ് ജോബ്സിനെയും സ്റ്റീവ് വോസ്നിയാക്കിനെയും അറിയിക്കുകയാണ്. എന്നിട്ട് തന്റെ ഷെയർ $800 അദ്ദേഹം സ്റ്റീവ് ജോബ്സിനും സ്റ്റീവ് വോസ്നിയാക്കിനും വിറ്റിട്ട് അദ്ദേഹം തടി തപ്പി. ഇത് മുങ്ങാൻ പോണ കപ്പലാണ്, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ തടി തപ്പി. പക്ഷെ പ്രിയ സുഹൃത്തുക്കളെ, പിന്നെ സംഭവിച്ച ചരിത്രമല്ലേ. ആപ്പിൾ കമ്പനി ഇന്നത്തെ അവസ്ഥ എന്താണ്? എത്രയാണ് ആപ്പിളിന്റെ ആസ്തി? ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നമായ കമ്പനികളിൽ ഒരു കമ്പനിയാണ് ഇന്ന് കമ്പനി. അദ്ദേഹം ആ $800 വിറ്റ ആ ഒരു ഷെയറിന്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോടികളുടെ വാല്യൂ ആണ്. അന്ന് അദ്ദേഹം വിട്ടുപോവാണ്ട് ഇവരെ കൂടെ തന്നെ നിന്നിരുന്നെങ്കിൽ ഇന്ന് അത് എവിടേക്കോ എത്തുമായിരുന്നു. അതുപോലെ വേറൊരു ഉദാഹരണമാണ് നെറ്റ്ഫ്ലിക്സും ഗൂഗിളൊക്കെ. ഈ നെറ്റ്ഫ്ലിക്സ് കമ്പനി, ഗൂഗിൾ പോലുള്ള കമ്പനികളൊക്കെ ഇവരൊക്കെ തുടങ്ങിയപ്പോൾ വളരെ നിസ്സാര വിലക്ക് ഈ കമ്പനി അവര് വിൽക്കാൻ നോക്കിയാണ്. ഇത് മുമ്പോട്ട് പോകാൻ പറ്റില്ല, നമുക്കിത് വിറ്റിട്ട് പോവാം, കയ്യിൽ നിന്ന് ഒഴിവാക്കിയിട്ട് രക്ഷപ്പെടാൻ തീരുമാനിച്ചിട്ട് ഇതിന്റെ ഫൗണ്ടേഴ്സ് ഈ കമ്പനികളെ കയ്യിൽ നിന്ന് വിടാൻ തീരുമാനിച്ചാണ്, വിറ്റ് ഒഴിവാക്കാൻ തീരുമാനിച്ചാണ്. പിന്നെ ആരും വാങ്ങാനുണ്ടായില്ല, അതിന്റെ പേരിൽ മാത്രമാണ് എന്ത്. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിന്റെ ഓണർക്ക് ഒരു കമ്പനി പറഞ്ഞ ഒരു $1 മില്യൺ എന്ന് പറഞ്ഞ റേറ്റ് തൃപ്തിയായി തോന്നിയില്ല, അതുകൊണ്ട് അയാൾ വിറ്റില്ല. ഗൂഗിളിന് അന്ന് ആ കമ്പനി എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് ആ സെയിൽ നടന്നില്ല. ഇന്ന് നെറ്റ്ഫ്ലിക്സിന്റെ ആസ്തി എത്രയാണ്? ഗൂഗിളിന്റെ ആസ്തി എത്രയാണ്? ഇതൊക്കെ ചരിത്രമാണ് സുഹൃത്തുക്കളാണ്. അതുപോലെ കൊക്കക്കോള കമ്പനി. ഇന്ന് ലോകത്ത് ഇത്രയും വലിയ നമ്മളൊരു മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും ആദ്യം വരുന്ന ഒരു ബ്രാൻഡാണ് കൊക്കക്കോള എന്ന് പറഞ്ഞ കമ്പനി. നിങ്ങൾക്കറിയോ, ഈ കൊക്കക്കോള കമ്പനി തുടങ്ങിയിട്ട് ആദ്യത്തെ വർഷം വിറ്റത് ആകെ 25 ബോട്ടിൽ കൊക്കക്കോള മാത്രമേ വിറ്റുള്ളൂ. 25 ബോട്ടിൽ മാത്രമേ വിറ്റുപോയുള്ളൂ. എന്ന് വെച്ച് അവർ പ്രൊഡക്ഷൻ നിർത്തി പോയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന, നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഈ കൊക്കക്കോള എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ന് ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ അതാണ് പറയുന്നത്, തുടക്കത്തിലുള്ള പരാജയം ഒരു പരാജയമല്ല, അത് എന്തോ ഒരു സൂചനയാണ്, നമുക്ക് ഇനി കുതിച്ചു കയറാനുള്ള ഒരു സൂചനയായിട്ട് നമ്മൾ കരുതാൻ പാടുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏകദേശം കഴിഞ്ഞ സെപ്റ്റംബറിൽ എന്റെ കണ്ടന്റ് റൈറ്റിംഗ് കമ്പനി തുടങ്ങി. അതിങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഒരുപാട് ക്ലയൻസ് ആയിട്ട് എനിക്ക് ഏകദേശം കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ ഒരു മാസത്തെ റവന്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 1.5 ലക്ഷം രൂപ എന്റെ പേഴ്സണൽ റവന്യൂ ആയിട്ട് എനിക്ക് കിട്ടുമായിരുന്നു. ഈ ബിസിനസ്സിലൂടെ മാത്രം എനിക്ക് കൈ കിട്ടുമായിരുന്നു. ഞാൻ വളരെ എൻജോയ് ചെയ്ത് ജീവിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു ഫെബ്രുവരി വരെ. ഈ കൊറോണ വന്നതോട് കൂടിയിട്ട് എന്റെ എല്ലാ ബിസിനസ്സും ഓഫായി. പക്ഷെ ഞാനത് വിട്ടിട്ട് വേറെ ജോലിക്കൊന്നും ശ്രമിച്ചൊന്നുമില്ല. ഇതിന്റെ പുറകെ എങ്ങനെയെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്റെ ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കോഴ്സുകളും ഓൺലൈൻ കോഴ്സുകള്, പുതിയ ടൂളുകളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ വീണ്ടും എന്റെ ബിസിനസ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോ ഒരുപാട് ക്ലയൻസ് എനിക്ക് വരുന്നുണ്ട്. കണ്ടന്റ് റൈറ്റിംഗ് ആണ് എന്റെ ബിസിനസ്. നിങ്ങളുടെയൊക്കെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നതാണ് എന്റെ ബിസിനസ്. അത് വളരെ നല്ല രീതിയിൽ ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഒരിക്കലും നമ്മൾ പരാജയത്തിൽ തളരരുത്, നമ്മൾ അടുത്ത ചുവട് വെച്ച് നമ്മൾ മുമ്പോട്ട് പോകുക തന്നെ വേണം. 7th point, an entrepreneur should be futuristic.
എന്ത് കാര്യങ്ങളിലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതി വേണം. ഒരു നല്ല സംരംഭകൻ ഒരിക്കലും ഇപ്പൊ എന്തിനാ ഡിമാൻഡ് എന്നുള്ളത് നോക്കരുത്, ഭാവിയിൽ ആ ട്രെൻഡ് എങ്ങനെ മാറും എന്നുള്ള കാര്യം ആണ് ചിന്തിക്കേണ്ടത്. ഇപ്പോഴത്തെ സംഭവമായിരിക്കില്ല ഭാവിയിൽ. എപ്പോൾ വേണമെങ്കിലും ട്രെൻഡുകൾ മാറാം, ബിസിനസ് സാഹചര്യങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറാം. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. ഞാൻ എൻ്റെ പല ട്രെയിനിങ് പ്രോഗ്രാമിലും പറയുന്ന ഒരു വാക്കാണ്, ട്രെൻഡുകളെ പറ്റി പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ്. 2-3 കൊല്ലം മുമ്പ് വരെ നിങ്ങൾ ഈ പേപ്പറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു സംഭവം കാണാമായിരുന്നു. അതിലൊക്കെ കാണാം, ഒരു ഹെഡിങ് കാണാം, നല്ല നല്ല പ്ലോട്ടാണ്, നല്ല സൗകര്യങ്ങളുണ്ട്, ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, വീടൊക്കെ ഉണ്ട്, ഓക്കെ. അതിൽ പറയും ആ പ്ലോട്ടിന് മുമ്പ് വലിയ ഹെഡിങ്ങിൽ കൊടുക്കും, വിത്ത് വാട്ടർ ഫ്രണ്ടേജ് എന്ന് കൊടുക്കും. കാരണം തൊട്ട് മുമ്പിൽ കായലോ കടലോ പുഴയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ വീട്ടിലിങ്ങനെ ബാൽക്കണിയിൽ നിന്ന് ഇരുന്നാൽ ഈ കായലും കണ്ടുകൊണ്ട് ചായ ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാം. ഇതൊക്കെയായിരുന്നു ഒരു ചിന്താഗതി, ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാട്ടർ ഫ്രണ്ടേജ് എന്നുള്ള വാക്ക് ആൾക്കാർ കൂടുതലായിട്ട് കൊടുക്കുമായിരുന്നു. ഈ പരസ്യങ്ങളൊക്കെ ആ വാട്ടർ ഫ്രണ്ടേജ് എന്നുള്ള പ്രത്യേകം എടുത്ത് കാണിക്കുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ആ ഒരു ട്രെൻഡ് പാടെ പോയി. കാരണം നമ്മുടെ വീടിന്റെ മട്ടുപ്പാവിൽ വരെ വെള്ളം എത്തിയ ഒരു സാഹചര്യം വന്നതോട് കൂടിയിട്ട് ആളുകൾ ഈ ഒരു വാട്ടർ ഫ്രണ്ടേജിനുള്ള താല്പര്യം ആളുകൾ ഒഴിവാക്കി. ഇപ്പോ ആരുടെങ്കിലും വീടിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഫ്രണ്ടേജ് ഉണ്ടെങ്കിൽ പോലും അവരാരും പരസ്യങ്ങൾ അത് കൊടുക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പോ ഇതാണ് നമ്മുടെ മാറി വരുന്ന ട്രെൻഡുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം. വേറെ ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ടെലിവിഷൻ ചാനലുകളിലും മറ്റും ഈ ഫിലിം ഷൂട്ടിങ്ങിലൊക്കെ ഈ ഏരിയൽ വ്യൂ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ഹെലികോപ്റ്റർ ഉപയോഗിക്കുമായിരുന്നു. ഹെലികോപ്റ്റർ ഉപയോഗിക്കുമ്പോൾ എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിനുള്ള വാടക കൊടുക്കണം, അതിനുള്ള ഇന്ധന ചെലവ് വേറെ ഉണ്ടാകും, പിന്നെ അത് ഹെലികോപ്റ്റർ ഓടിക്കുന്ന പൈലറ്റിനുള്ള ഒരു ശമ്പളം ഉണ്ടാവും, ആ കോസ്റ്റ് കൊടുക്കണമായിരുന്നു. പിന്നെ ആ ഹെലികോപ്റ്ററിൽ ഇരുന്നുകൊണ്ട് ക്യാമറ വെച്ച് ഇത് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് വലിയ എക്സ്പെൻസ് ആയിരുന്നു. ഇതിനേക്കാൾ അപ്പുറം റിസ്ക്, എന്തെങ്കിലും അപകടം സംഭവിച്ചാണ്ടാവുന്ന റിസ്ക് ഫാക്ടർ വളരെ കൂടുതലായിരുന്നു. അതേസമയം പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോൺ ക്യാമറ വന്നു. ഡ്രോൺ ക്യാമറ വന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു? ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ക്യാമറ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ ഹെലികോപ്റ്റർ വേണ്ട, അതിന് ഇന്ധനം വേണ്ട, അതിലേക്ക് പൈലറ്റ് വേണ്ട, റിസ്ക് എടുത്തിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട, അതിന്റെ ക്യാമറമാൻ വേണ്ട, ആരും വേണ്ട. വളരെ കുറഞ്ഞ ചെലവിൽ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഈ ചിത്രങ്ങൾ നമുക്ക് എടുക്കാനുള്ള സൗകര്യം വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പുതിയൊരു ടെക്നോളജി വന്നപ്പോൾ എന്ത് സംഭവിച്ചത്? 4 ആൾക്കാണ് ജോലി പോയത്. ഹെലികോപ്റ്റർ വാടക കൊടുക്കുന്ന ആൾക്ക് ജോലി പോയി, അതിന്റെ പൈലറ്റിന് ജോലി പോയി, അതുപോലെ ഈ ക്യാമറാമാന് ജോലി പോയി, ക്യാമറ വാടക കൊടുക്കുന്ന ആൾക്ക് ജോലി പോയി. ഒരുപാട് പേരുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടത് ഒരു ടെക്നോളജി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കി നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ചാടി ഇറങ്ങാൻ പാടില്ല. ഫ്യൂച്ചർ ട്രെൻഡാണ് നമ്മൾ എപ്പോഴും മുകളിലേക്ക് എടുക്കേണ്ടത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇദ്ദേഹം, സേറസ് പുനാവാല എന്ന് പറയുന്ന ഈ വ്യക്തി. ഇദ്ദേഹം ഒരു കമ്പക്കാരനായിരുന്നു. ഒരു കുതിരകളെ വാടക കൊടുക്കുന്ന ഒരു ആല ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ ആലയിലുള്ള ഈ കുതിരകൾ, അപ്പൊ ഈ ഇതിനൊക്കെ മത്സരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുതിരപ്പന്തയങ്ങൾക്ക് വേണ്ടി കുതിരകളെ വാടക കൊടുക്കുമായിരുന്നു ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ കുതിരപ്പന്തയത്തിൽ നിന്ന് ഈ പ്രായമാകുന്ന ചാവാറായ കുതിരകളെ വേറൊരു കമ്പനി വന്നിട്ട് ഇവരത്ത് ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് പോകുമായിരുന്നു. അപ്പൊ ഇദ്ദേഹം അന്വേഷിക്കുകയാണ്, ഇവർ ഈ ചാവാലി കുതിരകളൊക്കെ എവിടേക്കാ കൊണ്ടുപോകുന്നത്, എന്താ അവർക്ക് ഇതിനോട് ഗുണം എന്നുള്ളത്. പക്ഷെ പിന്നെയാണ് ഇദ്ദേഹത്തിന് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്, ഈ കുതിരകളുടെ ശരീരത്തിലുള്ള കൊഴുപ്പിന്ന് എടുക്കുന്ന ഒരു മരുന്ന്, അതുകൊണ്ട് ഒരു വാക്സിൻ എടുക്കാൻ പറ്റും, ഒരു വാക്സിൻ ഉണ്ടാക്കാൻ പറ്റും. പല മാറാ രോഗങ്ങൾക്കും അത് ഒരു ഒറ്റമൂലിയാണ് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹം കൂടുതൽ പഠിച്ചിട്ട് ഇദ്ദേഹം എന്താ ചെയ്ത് തീരുമാനിക്കുകയാണ്, ഓക്കെ, ഇതിന് ഇങ്ങനൊരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഭാവിയിൽ ഇന്ത്യയിൽ ജനസംഖ്യ ഒക്കെ വർദ്ധിക്കാൻ പോവുകയാണ്, ഇനി പല മാറാരോഗങ്ങളും വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോ ഈ ഒരു വാക്സിൻ കമ്പനികൾക്ക് ഇനി മുതൽ മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി മുതൽ ഞാൻ ആ കമ്പനിക്ക് ഞാൻ കുതിരകളെ കൊടുക്കില്ല, ആ കുതിരകളെ വെച്ച് ഞാൻ തന്നെ മരുന്നുണ്ടാക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം സ്വന്തമായിട്ടൊരു വാക്സിൻ കമ്പനി ഇദ്ദേഹം രൂപീകരിച്ചു. അതാണ് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വാക്സിൻ കമ്പനിയായ, ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ കമ്പനിയായ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി. അങ്ങനെ ഉണ്ടായ കമ്പനിയാണ്. ഇന്ന് ഇന്ത്യയിൽ കൊറോണ വാക്സിനുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കൊറോണ വാക്സിന്റെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അദ്ദേഹത്തിന്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ദീർഘവീക്ഷണം എങ്ങനെയാണ് ഫലം ചെയ്തതെന്ന് നോക്കിയേ. നെക്സ്റ്റ്, ആൻ ഓൺട്രപ്രണർ ഷുഡ് ബി ഹോണസ്റ്റ്. ഒരു ഓൺട്രപ്രണർ എപ്പോഴും സത്യസന്ധനായിരിക്കണം, ഒരിക്കലും കളവ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി നിരക്കാത്ത ഒരു കാര്യം ചെയ്യാൻ പാടില്ല. തെറ്റായ ഒരു രൂപ പോലും തന്റെ പോക്കറ്റിലേക്ക് വരണമെന്ന് ഒരു നല്ല ഓൺട്രപ്രണർ ആഗ്രഹിക്കാൻ പാടില്ല. ബിസിനസ്സുകാരൻ ആഗ്രഹിച്ചോട്ടെ, പക്ഷെ ഓൺട്രപ്രണർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നല്ല മാർഗം വിട്ടിട്ട് അദ്ദേഹം പ്രവർത്തിക്കാൻ പാടില്ല. അതിലുള്ള ഏറ്റവും വലിയ 2 ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ
കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി രത്തൻ ടാറ്റ എന്ന് പറയുന്നത്. രത്തൻ ടാറ്റയുടെ ഒക്കെ ലൈഫിൽ ഇന്ന് അംബാനിയേക്കാളൊക്കെ എത്രയോ മുകളിൽ ഇദ്ദേഹം എത്തുമായിരുന്നു. ഇദ്ദേഹം തെറ്റായ മാർഗത്തിലൂടെ പൈസ ഉണ്ടാക്കണം ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ. ഇന്ന് അംബാനിയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും ഇദ്ദേഹം ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ ഇന്നൊരു 100 അംബാനിക്ക് സമാനമാവേണ്ട വ്യക്തിയാണ് രത്തൻ ടാറ്റ എന്ന് പറയുന്ന വ്യക്തി. പക്ഷെ അദ്ദേഹം ഒരിക്കലും അതിന് തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ തന്റെ പ്രൊഡക്റ്റിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും തയ്യാറാവാത്ത വ്യക്തിയാണ് കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി എന്ന് പറയുന്നത്. അതിന്റെ റിസൾട്ടാണ് അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിന് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസമാണ് അതിന്റെ ഒരു പ്രൊഡക്റ്റിനോട് വരുന്നത്. ഒരിക്കലും ഒരു കളവോ വഞ്ചനയോ അദ്ദേഹം ആ ബിസിനസ്സിൽ ഇവർ രണ്ടുപേരും ചെയ്യാറില്ല എന്ന് പറയുന്നത്. എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, ഈ കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി ഇദ്ദേഹം എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് ഇദ്ദേഹം എത്രയോ തവണ കെൽട്രോൺ എന്ന് പറയുന്ന സ്റ്റെബിലൈസറും ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിക്ക്, സ്റ്റെപ്പ് ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിക്ക് ഇദ്ദേഹം ഒരുപാട് തവണ ഇദ്ദേഹം ജോലിക്ക് അപേക്ഷ അയച്ചിട്ടുണ്ട്. ഒരു ജോലി തരൂ എന്ന് വെച്ചിട്ട്. പക്ഷെ കെൽട്രോൺ കമ്പനി ഇദ്ദേഹത്തിന്റെ ജോലി ആ ഒരു ആപ്ലിക്കേഷൻ നിരസിക്കുക ചെയ്തത്. നോ അങ്ങനെ ഒരു ജോലി ഇല്ല എന്ന് പറഞ്ഞ് നിരസിക്കുക ചെയ്തത്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്റ്റെബിലൈസറിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അത് ഒരുപാട് നന്നാക്കി എടുക്കാൻ പറ്റും, അപ്പൊ ഞാൻ സഹായിക്കാം, നിങ്ങൾക്ക് ജോലി തരുന്നത് പറയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ടാലന്റിനെ ഒട്ടും വകവെക്കാണ്ട് അവർ പറയുകയാണില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ച് തള്ളുകയാണ്. പിന്നെയാണ് കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി പോയിട്ട് സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങി. ആ കമ്പനി വന്ന് ഇപ്പൊ ഈ വി ഗാർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് മാർക്കറ്റിൽ വളർന്നതോട് കൂടി എന്ത് സംഭവിച്ചു? കെൽട്രോൺ എന്ന് പറഞ്ഞ കമ്പനി നാമാവശേഷമായി പോയി. ഇന്ന് എവിടെ കെൽട്രോൺ ഉള്ളത്? അപ്പോൾ അതാണ് ഇതിന്റെ ഓൺടർപ്രണർഷിപ്പിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. ആ കെൽട്രോൺ ജോലി കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി ആ കെൽട്രോണിലെ ഒരു സാധാരണ ജീവനക്കാരനുമായിട്ട്, കാരണം ആരും അറിയാത്ത ഒരു വ്യക്തിയായിട്ട് ഒതുങ്ങി പോകുമായിരുന്നു. വിധിയുടെ ഒരു കളി വന്നത് ആ ഒരു നെഗറ്റീവ് രൂപത്തിലാണ് അദ്ദേഹത്തിന് വന്നതെങ്കിലും അത് ഒരുപാട് അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ്, ആൻഡ് ഓൺടർപ്രണർ ഷുഡ് ബി ടൈം ബൗണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഓൺടർപ്രണർ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയത്തിന് പൊന്നും വില കൽപ്പിക്കുന്ന ഒരാളായിരിക്കണം. ബിസിനസ്സിൽ ചിലപ്പം സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു ഡീൽ നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ ഒരു ബിസിനസ്സിൽ പ്രൊഫഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എപ്പോഴും സമയത്തിന് വില കൊടുക്കുന്ന ആളുകളായിരിക്കും. പഞ്ച്വാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രൊഫഷണലിസത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. അപ്പൊ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്, ശ്രദ്ധിക്കണം. കാരണം സമയത്തിന്റെ വില എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? ടൈറ്റാനിക് കപ്പൽ മുങ്ങിപ്പോവുകയുണ്ടായി. ഈ ടൈറ്റാനിക് കപ്പലിന്റെ ക്യാപ്റ്റൻ ഈ ഫ്രെഡറിക് സ്മിത്ത് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക്, നിങ്ങളുടെ കപ്പൽ ഇപ്പോൾ ഒരു മഞ്ഞുമല നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു വഴിയിൽ ഒരു മഞ്ഞുമല ഉണ്ട്, നിങ്ങൾ അതിൽ പോയി ഇടിക്കും, അപകടം സംഭവിക്കും, കപ്പൽ മുങ്ങും എന്നുള്ള സന്ദേശം ഇദ്ദേഹത്തിന് കിട്ടിയത് കുറച്ച് വൈകിപ്പോയി. ഒരു 30 സെക്കൻഡ് മുമ്പാണ് ഇദ്ദേഹത്തിന് ആ സന്ദേശം കിട്ടിയിരുന്നതെങ്കിൽ ഒരു പക്ഷേ ആ മഞ്ഞുമല കൊണ്ട് ഇടിക്കുമായിരുന്നില്ല. 30 സെക്കൻഡ് ഇദ്ദേഹം തിരിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും കുറച്ച് ഭാഗങ്ങൾ പോയി ഇടിക്കുകയും തകരുകയൊക്കെയാണ് ആ സംഭവം ഉണ്ടായത്. അപ്പോൾ 30 സെക്കൻഡിന്റെ വാല്യൂ ആണ് നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം ഫ്രഷ് ടു ഹോം എന്ന കമ്പനി നടത്തുന്ന മാത്യു ജോസഫ് എന്ന് പറഞ്ഞ സാറാണ് ഇദ്ദേഹം. ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ യൂട്യൂബിൽ ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ട്, മാത്യു ജോസഫ് എന്ന സാറിന്റെ പ്രസംഗം. ഇതിൽ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സമയത്തിന്റെ വില. കാരണം ഇദ്ദേഹം മീനുകൾ, കടപ്പുറത്തുനിന്ന് മീനുകൾ പേശി വാങ്ങിയിട്ട് അത് ഫ്രഷ് ആയിട്ട് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഇദ്ദേഹം ചെയ്യുന്നത്, ഫ്രഷ് ടു ഹോം എന്ന കമ്പനിയുടെ. ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോ എന്തായാലും എല്ലാവരും ഒന്ന് കേട്ട് നോക്കണം എന്ന് ഞാൻ പറയുകയാണ്, ഒന്ന് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല ഇപ്പോൾ. ലാസ്റ്റ് പോയിന്റ്, ഓൺടർപ്രണർ ഷുഡ് ബി റെഡി ടു ടേക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. എന്തെല്ലാം രീതിയിലുള്ള റിസ്ക് എടുക്കാനും ഇദ്ദേഹത്തിന് നമുക്ക് തയ്യാറാവണം. ഇതുപോലുള്ള ഒരുപാട്, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് നടരാജൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്, KP നടരാജൻ, KPN ട്രാവൽസിന്റെ ഉടമസ്ഥനാണ്. ഇതുപോലുള്ള ഒരുപാട് പേരുടെ ബിസിനസ് സ്റ്റോറികൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്തായാലും എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ ഒന്ന് കയറി നോക്കാവുന്നതാണ്. ഡോക്ടർ KP നജിമുദ്ദീൻ എന്നാണ് എൻ്റെ ഫേസ്ബുക്ക് പേജിന്റെ പേര്. ആ ഫേസ്ബുക്ക് പേജിൽ പോയാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറി നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, ഡോക്ടർ KP നജീമുദ്ദീൻ എൻ്റെ പേര് തന്നെയാണ് ആ ഫേസ്ബുക്ക് പേജ് ഉള്ളത്, ഒന്ന് കയറി നോക്കാം. എൻ്റെ യൂട്യൂബ് ചാനലും അതേ പേര് തന്നെയാണ് ഉള്ളത്. ഞാൻ രണ്ട് കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്, സെഷൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ചില ടിപ്പുകൾ, ബിസിനസ് നിങ്ങൾ സംരംഭകരാകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള ഒരു 4-5 ടിപ്പുകൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരും. പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുതരും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നല്ലൊരു ആശയം കണ്ടെത്തുക. നിങ്ങൾ കണ്ടെത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇവർക്കൊക്കെ ആശയം കിട്ടിയ വഴികൾ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ ഇത്രയും ആൾക്കാരെ കാര്യം നമ്മൾ സംസാരിച്ചു, ഇവർക്കൊക്കെ ആശയങ്ങൾ കിട്ടിയ വഴികൾ നമ്മൾ കണ്ടു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഒരു ആശയം നിങ്ങൾ കണ്ടെത്തുക, നല്ലോണം ഇവാലുവേറ്റ് ചെയ്യുക. ഒരു പെട്ടെന്ന് കിട്ടി ചാടി കയറി അങ്ങോട്ട് ഇറങ്ങിയല്ല, അത് നല്ലോണം പഠിക്കുക, അതിന്റെ എല്ലാ
അരികും മൂലയും നല്ലോണം ഗവേഷണം നടത്തിയിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ആശയമാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മുമ്പോട്ട് പോവുക. ഓക്കെ. രണ്ടാമത്തെ കാര്യം, റിസർച്ച് ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ മാർക്കറ്റ്. മാർക്കറ്റ് സ്റ്റഡി നിങ്ങൾ ചെയ്യുക. മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, നല്ലോണം റിസർച്ച് ചെയ്യുക. നിങ്ങളുടെ മാർക്കറ്റ്, നിങ്ങൾ ഏത് മാർക്കറ്റിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, ആ മാർക്കറ്റിലെ സ്കോപ്പ് എത്ര, അവിടെ എത്ര ജനസംഖ്യ ഉണ്ട്, അതിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ സാധ്യതയിൽ എത്ര ആൾക്കാരുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ആശയം അവർക്ക് ഉപയോഗിക്കാനുള്ള പാങ്ങ് ആ നാട്ടുകാർക്ക് ഉണ്ടോ, മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഗവേഷണം നടത്തിക്കൊണ്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോവാൻ. ഓക്കെ. ഈ മാർക്കറ്റ് റിസർച്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി അത് ചെയ്തു തരുന്നുണ്ട്. ഞാൻ എൻ്റെ കമ്പനി ചെയ്തു തരുന്നുണ്ട്. ക്രിയ ഇൻസൈറ്റ്സ് എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. ക്രിയ ഇൻസൈറ്റ്സ് ബിസിനസ് റിസർച്ച് ആൻഡ് ക്രിയേറ്റീവ് സൊല്യൂഷൻസ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ഇപ്പോൾ നിങ്ങളുടെ പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാർക്കറ്റ് റിസർച്ചോ സംഭവങ്ങളോ സഹായങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ സഹായം സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റാർട്ട് സിംപിളി. വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, വളരെ ലളിതമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള ആവേശമൊന്നും ഒരിക്കലും കാണിക്കരുത്. ചെറിയ രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ചെറുതായി തുടങ്ങിയാൽ നമുക്ക് ഇനിയും വലിയ രീതിയിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതിന് ചെറിയൊരു സ്റ്റോറിയാണ് ഞാൻ അവിടെ പറയുന്നത്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ജെയിംസ് വാൻ ആൻഡ് ലേ വാനൽ എന്ന് പറഞ്ഞ രണ്ട് ചെറുപ്പക്കാരാണ്. ഇവര് രണ്ടുപേരും കൂടെ അവിടെ അമേരിക്കയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇവര് സംവിധാനം പഠിച്ചിറങ്ങി. ജെയിംസ് വാൻ സംവിധാനം പഠിച്ചു, ലേ വാനൽ അദ്ദേഹം തിരക്കഥയെഴുത്ത് പഠിച്ചു. ഈ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് ഒരു സിനിമ ഇറക്കാൻ തീരുമാനിച്ചു. അവരുടെ ഈ ഒരു സിനിമ, അതിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവർ സിനിമ ഇറക്കാൻ തീരുമാനിച്ച സമയത്ത് അവർക്ക് ബഡ്ജറ്റ് വളരെ കുറവായിരുന്നു. എത്ര നോക്കിയിട്ടും അവർക്ക് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് അവർ ചെയ്ത സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് താമസിക്കുന്ന റൂം, ആ റൂമിൽ തന്നെ വെച്ചുകൊണ്ട് എടുക്കാൻ പറ്റിയ ഒരു തിരക്കഥ ഉണ്ടാക്കി. ആ റൂമിലുള്ള സൗകര്യങ്ങൾ മാത്രം, ചെറിയൊരു റൂം, ആ റൂമിൽ വെച്ചുകൊണ്ട് എടുക്കാവുന്ന ഒരു 1.5 മണിക്കൂർ സിനിമയ്ക്കുള്ള കഥ അവർ കണ്ടെത്തുകയും ആ റൂം മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവരൊരു സിനിമ ഉണ്ടാക്കുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ആ സിനിമ പുറത്തിറങ്ങിയിട്ട് ലോകം മുഴുവൻ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറിയെന്ന് മാത്രമല്ല, 8 ഭാഗങ്ങളാണ് ഇനി പുറത്തിറങ്ങിയത്. ആ സിനിമയുടെ പേര് സോ എന്നാണ്. സോ, SAW. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും യൂട്യൂബിലോ മറ്റോ കയറി നോക്കാവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും അറിയപ്പെടുന്ന ഹൊറർ ഫിലിമുകളിൽ ഒരു സീരീസ് ആണ് പറയുന്നത് സോ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മുറിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചെറിയ ബഡ്ജറ്റിൽ ഒരു ഫിലിം എടുത്ത ജെയിംസ് വാൻ ആണ് പിന്നീട് നമ്മുടെ കോൺജൂറിങ് പോലുള്ള ഹൈ ബഡ്ജറ്റ് ഫിലിമുകൾ എടുത്തിട്ട് ലോകത്തെ ഞെട്ടിച്ചത്. അപ്പൊ തുടക്കം ചെറുതായിക്കോട്ടെ, പക്ഷെ ഭംഗിയായി ചെയ്യുക. സ്റ്റാർട്ടിങ്ങിലെ ചാടി കയറി ഒരുപാട് പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവമൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ് നിങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾ അത് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, വർക്ക് ഹാർഡ് ആൻഡ് സ്മാർട്ട്. നന്നായിട്ട് ഹാർഡ് വർക്കും ചെയ്യാം, നല്ല സ്മാർട്ട് വർക്കും ചെയ്യാം. അടുത്ത കാര്യം, ലിസൺ ടു യുവർ ക്ലയൻസ് ആൻഡ് കസ്റ്റമേഴ്സ്. നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെയും ക്ലയൻസിന്റെയും വാക്കുകൾ നിർബന്ധമായി നിങ്ങൾ കേൾക്കണം. വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കണം. ഒരിക്കലും നിങ്ങൾ ഞാൻ ചിന്തിക്കുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകരുത്. അഭിപ്രായങ്ങൾക്ക് മാനിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം. സോ ലിസൺ ടു യുവർ ക്ലയൻസ് ആൻഡ് കസ്റ്റമേഴ്സ്. നെക്സ്റ്റ്, നെറ്റ്വർക്ക് വിത്ത് എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ. നിങ്ങളുടെ ആ മേഖലയുമായിട്ട് നല്ല പ്രാവീണ്യമുള്ള ആളുകളുമായിട്ട് സംവദിക്കാൻ തുടങ്ങുക. അവരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടാൻ തുടങ്ങുക. അങ്ങനത്തെ ആളുകളുമായി നിങ്ങൾ കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു IT കമ്പനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ IT കമ്പനിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അതല്ല, നിങ്ങൾ ഒരു ബുക്ക് പബ്ലിഷിംഗ് കമ്പനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട്, എഴുത്തുകാരുമായിട്ട്, കവികളുമായിട്ട്, മറ്റു പ്രസാധകരുമായിട്ടൊക്കെ നിങ്ങൾ സംവദിക്കാൻ തുടങ്ങുക. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാവണം. ഇന്നിപ്പോൾ ലിങ്ക്ഡിൻ പോലുള്ള പല സൈറ്റുകളും ഇതിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്നൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലിങ്ക്ഡിൻ പോലുള്ള പേജുകളാണ്. അതെപ്പോഴും ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, കോൺസ്റ്റന്റ്ലി ലേൺ ആൻഡ് അഡ്ജസ്റ്റ്. എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക, നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കുക. ഒരു സംരംഭകന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അത്. ഞാൻ എല്ലാം തികഞ്ഞു എന്ന് ചിന്തിക്കാൻ പാടില്ല. എപ്പോഴും സ്വയം ഇങ്ങനെ നവീകരിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ, തന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട, മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ പറയുന്നു, ഒരു നല്ല റീഡർ അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല ബിസിനസ്സുകാരൻ ആകാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ലൊരു ഓണ്ടർപ്രണർ ആകാൻ പറ്റില്ല. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ വായിച്ചിട്ട് ചുറ്റുപാട് നടന്ന ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു ബിസിനസ്സുകാരനാവാൻ പറ്റുള്ളൂ, നല്ലൊരു ഓണ്ടർപ്രണർ ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക, സ്വയം വായിച്ചുകൊണ്ടിരിക്കുക, പത്രങ്ങളൊക്കെ വായിക്കുക, അതിലുള്ള മാർക്കറ്റ് ന്യൂസ് ഒക്കെ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ച് വായിക്കുക. അപ്പൊ മാത്രമേ നമുക്ക് ഒരു മാർക്കറ്റിനെ പറ്റി നല്ലൊരു സ്റ്റഡി, നമുക്ക് ഒരു അവലോകനം കിട്ടുള്ളൂ. ഇനി ഇതിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം,
എനിക്ക് ഒരുപാട് സപ്പോർട്ടീവായി തോന്നിയ ഒരു 4 പുസ്തകങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. 5 പുസ്തകങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഒരു ഓൺട്രപ്രണർ ആവാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഐഡിയാസ് തന്ന, എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ തന്ന, ധൈര്യം പകർന്ന് കുറച്ച് പുസ്തകങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി, ഒരു സംരംഭകനാവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും തീർച്ചയായിട്ടും ഈ 5-6 പുസ്തകങ്ങൾ ഒന്ന് തീർച്ചയായിട്ടും വായിക്കണം. അതിൽ ആദ്യത്തെ പുസ്തകം ഞാൻ നിങ്ങൾക്ക് ഈ പ്രസന്റേഷന് തുടക്കത്തിൽ കാണിച്ചെന്ന ആ പുസ്തകമാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, എന്താണ് ദ പാരബിൾ ഓഫ് ദ പൈപ്പ് ലൈൻ പുസ്തകം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പാബ്ലോയുടെയും ബ്രൂണോയുടെയും കഥ. ആ പുസ്തകം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒരു കോപ്പി വാങ്ങി വായിക്കണം. ആമസോണിൽ കിട്ടാനുണ്ട് ആ പുസ്തകം. ഓക്കെ, ദ പാരബിൾ ഓഫ് ദ പൈപ്പ് ലൈൻ, അതാണ് ഒരു പുസ്തകം. അടുത്ത പുസ്തകം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം പല ആളുകളും ചോദിച്ചു ഞാൻ കൊടുക്കാതെ കൊണ്ടുവരുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ദ 4 Hour Work Week എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ദ 4 Hour Work Week എന്ന്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പുസ്തകങ്ങളിൽ ഒരു ബെസ്റ്റ് സെല്ലർ ബുക്കാണ് ഇപ്പൊ എന്റെ കയ്യിലിരുന്ന ഈ പുസ്തകം, ദ 4 Hour Work Week. ഈ പുസ്തകം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ബിസിനസ് എങ്ങനെ വിജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ, ഒരുപാട് ടിപ്സുകൾ ഈ ബുക്കിൽ പറയുന്നുണ്ട്. ടിമോത്തി ഫെറിസ് എന്നാണ് ഇത് എഴുതിയ ആളുടെ പേര്. ദ 4 Hour Work Week തന്നെ ഈ പുസ്തകം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വായിക്കേണ്ട പുസ്തകമാണ്. പിന്നെ അടുത്ത പുസ്തകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് നമ്മുടെ കൃഷ്ണലീല എന്ന് പറയുന്ന ഈ പുസ്തകം. ഇത് നമ്മുടെ ലീല ഗ്രൂപ്പിന്റെ MD സ്ഥാപകൻ നമ്മുടെ കൃഷ്ണൻ നായർ, ക്യാപ്റ്റൻ കൃഷ്ണൻ നായരുടെ ആത്മകഥയാണ് ഈ പുസ്തകം. ഈ പുസ്തകം എല്ലാവർക്കും നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഒരു ബിസിനസ് തുടങ്ങിയാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. കാരണം അദ്ദേഹം വളരെ സ്ക്രാപ്പിൽ നിന്ന് ബിസിനസ് വളർത്തിക്കൊള്ളുന്ന ഒരാളാണ്. ഇതിലുള്ള ആശയങ്ങൾ പലതും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അടുത്തൊരു പുസ്തകം എന്ന് പറയുന്നത് കൊച്ചൗസേപ്പ് ചിറ്റ്ലപ്പിള്ളിയുടെ ആത്മകഥയാണ്. ഓർമ്മകളിലേക്ക് ഒരു യാത്ര എന്നാണ് പുസ്തകത്തിന്റെ പേര്. നമ്മുടെ വിഗാർഡിന്റെ സ്ഥാപകൻ കൊച്ചൗസേപ്പ് ചിറ്റ്ലപ്പിള്ളിയുടെ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പുകളാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ പുസ്തകം ഈ ലെവലിലേക്ക് എത്തിയെന്നുള്ളത്, ചെറിയ ലെവലിൽ തുടങ്ങിയ മുതൽ, ഒരു ഒറ്റ മുറിയിൽ അസംബ്ലിംഗ് തുടങ്ങിയത് മുതൽ ഇന്നത്തെ വിഗാർഡ് ലെവലിലേക്ക്, വിഗാർഡ് ഗ്രൂപ്പിന്റെ ലെവലിലേക്ക് എത്തിയ മുതലുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വായിക്കണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. പിന്നെ വിജയപാതകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം, ഒരുപാട് നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ബിസിനസ്സുകാരുടെ ലൈഫ് സ്റ്റോറി ഇതിൽ പറയുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വായിക്കാവുന്ന ഒരു പുസ്തകമാണ് സ്റ്റാർട്ടപ്പ്, തുടങ്ങാം പുതു സംരംഭങ്ങളുടെ പുസ്തകം. അതും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു പുസ്തകമാണ് ദ സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറഞ്ഞ ഒരു പുസ്തകം. സൈമൺ സിനക് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ഒരു പുസ്തകമാണ് ദി സ്റ്റാർട്ട് വിത്ത് വൈ എന്ന്. അത് ഞാൻ അതിൽ എടുക്കാൻ മറന്നുപോയതാണ്. ഓക്കെ, അതും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വായിക്കുക. ഇങ്ങനെ സ്വയം നിങ്ങൾക്ക് പുതിയ പുസ്തകങ്ങൾ വായിച്ച് നിങ്ങളുടെ അറിവ് വികസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ലാസ്റ്റ് പോയിന്റ്, ബി പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്. നിങ്ങൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ ബിസിനസ് നിങ്ങൾക്ക് പാഷൻ ഉണ്ടായിരിക്കണം. ഒരാള് തുടങ്ങി ഒരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ് തുടങ്ങി, അപ്പൊ അയാൾ വിജയിച്ചിട്ടുണ്ട്, അപ്പൊ നിങ്ങളും വിജയിക്കാം എന്ന് ചിന്തിക്കരുത്. അപ്പൊ അയാൾക്ക് വിജയിച്ചത് നിങ്ങൾക്ക് വിജയിക്കണം യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു സംഭവം എത്രത്തോളം നല്ല സംഭവം ആണെങ്കിലും, എത്രത്തോളം മാർക്കറ്റ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു പാഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും തുടങ്ങാൻ നിൽക്കരുത്. ഇപ്പൊ ഉദാഹരണം പറയാണ്, എനിക്കറിയാവുന്ന ഒരാള്, അദ്ദേഹം ഇങ്ങനെയാണ്, എന്ത് കണ്ടാലും ചാടി കയറി ആ ബിസിനസ് തുടങ്ങുന്ന ഒരാളാണ് അദ്ദേഹം ആ ഒരു ട്രെൻഡ് കൊണ്ട് അദ്ദേഹത്തിന് പരാജയങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഈ IELTS ട്രെയിനിങ് ഒക്കെ ഉണ്ടല്ലോ, IELTS ട്രെയിനിങ്, ഈ IELTS ട്രെയിനിങ്ങിന്റെ ഒക്കെ കാര്യത്തിൽ അത് ഒരു പുതിയ സംഭവം വന്നപ്പോ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ആ IELTSുമായിട്ടോ അല്ലെങ്കിൽ ഫോറിൻ എഡ്യൂക്കേഷനുമായിട്ടോ അല്ലെങ്കിൽ മൈഗ്രേഷനുമായിട്ടോ ഒന്നും അദ്ദേഹത്തിന് ഒരു അറിവുമില്ല. പക്ഷെ IELTS ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയാൽ ഭയങ്കര വിജയമാണെന്നൊക്കെ ആരോ പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം എന്ത് ചെയ്തു, ചാടി കയറിയിട്ട് ഞങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കാണ്ട് IELTSന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ഒരു ബോർഡൊക്കെ വെച്ചു, IELTS, നമ്മളെ ഈ എൻഗ്രേവ് ചെയ്ത് അങ്ങനെ നമ്മുടെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പറിച്ചു വെക്കാവുന്ന രീതിയിലുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോർഡൊക്കെ, അടിപൊളിയായിട്ട് ഒരു ഓഫീസൊക്കെ തുടങ്ങി. ഈ IELTS കോച്ചിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഒരു സംഭവം തുടങ്ങി. പക്ഷേ അധികം വൈകാതെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ സംഭവം മുമ്പോട്ട് പോകില്ലെന്ന്. കാരണം അത് എങ്ങനെ കൊണ്ടുപോകണം അദ്ദേഹത്തിന് അറിയുന്നില്ല. ബിക്കോസ് ഹി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദാറ്റ്. പിന്നെന്ത് സംഭവിച്ചു, അദ്ദേഹത്തിന്റെ പാരമ്പര്യ ബിസിനസ് എന്താണ്? ടൈൽസിന്റെ ബിസിനസ് ആണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യ ബിസിനസ്. ഇദ്ദേഹം എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് പറ്റിയ പണി ടൈൽസിനെ തീരുമാനിച്ചിട്ട് നേരെ പോയി ആ ബോർഡ് ഒന്ന് ഇളക്കി പറിച്ചിട്ട് അക്ഷരങ്ങളൊക്കെ പറിച്ചെടുത്തിട്ട് ഈ IELTS എന്നുള്ളത് മാറ്റിയിട്ട് നേരെ TILES എന്നാക്കി. ചെറിയൊരു മാറ്റം വരുത്തി ബോർഡിൽ. IELTS എന്നുള്ളത് ടൈൽസ് ആയി മാറി. ഇപ്പൊ ടൈൽസിന്റെ ബിസിനസ് ആണ് ചെയ്യുന്നത്. കാരണം എന്താണ്, അതിന് പാഷൻ ഇല്ല. അറിയാത്ത സംഭവങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ചാടി ഇറങ്ങാൻ പാടില്ല, എത്ര മാർക്കറ്റ് ഉണ്ടെങ്കിലും. ഇന്ന് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ ഇപ്പൊ ഈ ക്രൈസിസ് ഒക്കെ അല്ലെ, സാമ്പത്തിക മാന്ദ്യവും പ്രശ്നങ്ങളൊക്കെയാണ്, കൊറോണ ഒക്കെ ആയിട്ട് ഇപ്പൊ ഈ സമയത്ത് ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമാണോ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടിയാണ് ഇപ്പൊ ഈ ഒരു വേർഡ്. ആൻഡി ഗ്രോവ് എന്ന് പറയുന്ന ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ബിസിനസ് മാൻ ആണ്, ബിസിനസ് കൺസൾട്ടന്റ് ആണ്. ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്: ബാഡ് കമ്പനീസ് ആർ ഡിസ്ട്രോയ്ഡ് ബൈ ക്രൈസിസ്, ഗുഡ് കമ്പനീസ് സർവൈവ് ദം.
ഗ്രേറ്റ് കമ്പനീസ് ആർ ഇംപ്രൂവ്ഡ് ബൈ ദം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മോശപ്പെട്ട കമ്പനികളൊക്കെ ഒരു ക്രൈസിസ് വരുമ്പോൾ സ്വയം നശിച്ചു പോകും, അത് നാമാവശേഷമായി പോകും. മോശം കമ്പനികൾ കേട്ടോ. നല്ല കമ്പനീസ് പിടിച്ചു നിൽക്കും, അതിലൊക്കെ പിടിച്ചു നിൽക്കും. പക്ഷേ ഗ്രേറ്റ് കമ്പനീസ്, മികച്ച കമ്പനികൾ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് മുകളിലോട്ട് കയറി വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു നമ്മളെല്ലാവരും ഒരു പാഠമാക്കി എടുക്കേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, ഞാൻ ഏകദേശം ഗൾഫ് യുദ്ധം തുടങ്ങിയ കാലഘട്ടം മുതലേ ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ നോക്കി വരുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത്, മാർക്കറ്റൊക്കെ ഇടിഞ്ഞ സമയത്ത് ആരൊക്കെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടോ അവരൊക്കെ വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, ഇതേപോലെ MA യൂസഫ് അലി ഇതേപോലെ ഗൾഫ് യുദ്ധം ഉണ്ടായിട്ട് ഗൾഫിൽ നിന്ന് എല്ലാവരും കുടിയേറ്റം നടത്തി ഗൾഫൊക്കെ വിട്ട് കൂടൊഴിഞ്ഞ് പോണ സമയത്താണ് MA യൂസഫ് അലി അവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത്. പല ആളുകളും MA യൂസഫ് അലിയെ പിന്തിരിപ്പിക്കാൻ നോക്കി, ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ എല്ലാ ആളുകളും ഗൾഫ് ഉപേക്ഷിച്ച് പോകുന്ന സമയത്തും MA യൂസഫ് അലി പിന്മാറാൻ തയ്യാറായില്ല. അദ്ദേഹം തന്റെ ആ സൂപ്പർ മാർക്കറ്റിനുള്ള ആശയമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോകുക തന്നെ ചെയ്തു. അത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സ്പിരിറ്റ് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ അവിടെ അബുദാബിയുടെ ഭരണാധികാരി അദ്ദേഹത്തിനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ഇന്ന് അദ്ദേഹം ഇന്നത്തെ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. ഒരു പക്ഷേ അന്ന് ആ ഗൾഫ് യുദ്ധം കണ്ട് ഭയന്നിട്ട് എല്ലാവരും ഒളിച്ചോടിയ പോലെ ഈ MA യൂസഫ് അലിയും ഒളിച്ചു ഓടിയിരുന്നെങ്കിൽ ഇന്ന് നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഈ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള മലയാളി എന്ന ബിസിനസ്സുകാരൻ ഉണ്ടാവുമായിരുന്നില്ല. അന്ന് ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാർ വരെ ബിസിനസ് ഇട്ടറിഞ്ഞ് ഒളിച്ചോടിയ സമയമാണ് ആ സമയം. അപ്പൊ അതുപോലെ ക്രൈസിസ് വരുന്ന സമയത്താണ് ഒരു ബിസിനസ്സിന് ഏറ്റവും തുടങ്ങാനും വളരാനും പറ്റിയ സമയമുള്ളത്. അതിന് നല്ലൊരു അവസരമാണ് ഇപ്പോൾ. ഏത് ബിസിനസ്സും ഈ സമയത്ത് തുടങ്ങിയാൽ നന്നായിട്ട് കുതിച്ചു കയറാനുള്ള സാധ്യത ഉണ്ട്. അതിന്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം, നോക്കി ഈ സ്ലൈഡിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഇത് നമ്മുടെ വാൾമാർട്ട്, സിയേഴ്സ് കമ്പനികളാണ്. ഇത് ഈ വാൾമാർട്ട് തുടങ്ങിയത് 1962 സിയേഴ്സ് എന്ന് പറയുന്ന കമ്പനി തുടങ്ങിയത് അവിടുന്ന് ഏതാണ്ട് ഒരു 100 വർഷം മുമ്പ്, ഒരു 90 വർഷം മുമ്പ് തുടങ്ങിയ കമ്പനിയാണ് ഈ സിയേഴ്സ് എന്ന കമ്പനി. ഈ വാൾമാർട്ട് തുടങ്ങുന്ന സമയത്ത് സിയേഴ്സ് അമേരിക്കയിലെ കത്തി നിൽക്കുന്ന ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായിരുന്നു. വാൾമാർട്ട് ചെറിയൊരു കമ്പനി. അപ്പോ ഈ സിയേഴ്സ് അവിടെ അമേരിക്കയിൽ ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ സമയത്ത് 70കളിൽ 1970 ആ സമയത്തോ 73 മറ്റോ അമേരിക്കയിൽ ഒരു കടുത്ത സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ സമയത്ത് സിയേഴ്സ് എന്ന കമ്പനിയുടെ ആ ഒരു ഉടമസ്ഥൻ അദ്ദേഹം വളരെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, പ്രിയമുള്ളവരെ, ഈ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നശിക്കാൻ പോവുകയാണ്, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു, ഇനിയൊരു തിരിച്ചുവരവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ ചെയ്യാൻ പോണത്, ഞങ്ങൾ ഈ റീറ്റെയിൽ മാർക്കറ്റ് ഞങ്ങൾ വിട്ടിട്ട് ഞങ്ങൾ വേറെ ഇൻഡസ്ട്രിക്ക് പോവാണ്, ഞങ്ങൾ ഇനി പണിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരത് വിടുകയും പിന്നെ അവരത് റിയൽ എസ്റ്റേറ്റ് പോലുള്ള വേറെ ചില ഏരിയകളിലേക്ക് സിയേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി മാറുകയും ചെയ്തു. അല്ല, സിയേഴ്സ് ആണല്ലോ പറയുന്നത്, അപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് വിശ്വസിച്ചിട്ട് വേറെയും ചില കമ്പനികൾ, ഈ സിയേഴ്സിന്റെ ഒക്കെ ഇടയ്ക്കുള്ള കുറച്ച് കമ്പനികൾ, ചെറിയ കമ്പനികൾ ഉണ്ടായിരുന്നു, അവരും ഈ റീറ്റെയിൽ ഇൻഡസ്ട്രി, സൂപ്പർ മാർക്കറ്റ് ബിസിനസ് വിട്ടിട്ട് വേറെ പല ബിസിനസ്സുകൾക്കും ചേക്കേറി പോവുകയുണ്ടായി. പക്ഷെ വാൾമാർട്ട് എന്ന കമ്പനി മാത്രം മാറാൻ തയ്യാറായില്ല. അവർ ഇന്നും അതേപടി നിന്നു. ഞങ്ങൾ കളിച്ചു നോക്കട്ടെ എന്നിട്ട് ഇറങ്ങി കളിച്ചു. ക്രൈസിസ് സമയത്ത് അവർ ഇറങ്ങി കളിച്ചു. അതുകൊണ്ടാണ് വാൾമാർട്ട് കമ്പനി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായിട്ട് അറിയപ്പെടുന്നത്. വാൾമാർട്ടിന്റെ $800 ബില്യൺ ആണ് വാൾമാർട്ടിന്റെ ഇന്നത്തെ വിപണി മൂല്യം എന്ന് പറയുന്നത്. അപ്പൊ പേടിച്ചോടിയ ആളുകളുടെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ. അപ്പം ഈ സമയം ആണ് ഒരു ബിസിനസ് തുടങ്ങാനും വിജയിപ്പിക്കാനും പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഇതോടുകൂടി നമുക്ക് നമ്മളെ സെഷൻ നമ്മളിവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾക്ക് കടക്കാം. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. റഫീഖ് സാറെ, ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ആക്കി കൊടുത്തേക്കൂ സാർ.